വിശേഷം? എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? വിമാനത്തിനകത്താണോ കൊല്ലാൻ നോക്കുക? അത് സാധ്യമാണോ? ആരെ കൊല്ലാൻ വിചാരിച്ചാലും. കാരണം അവിടെ എത്ര സുരക്ഷിതമായ രീതിയിലാണ് എല്ലാവരും ഇരിക്കുന്നത്. ചിന്തിക്കൂലെന്ന് അല്ലെങ്കിൽ ഈ ബുദ്ധി ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ടെന്താലേ. അപ്പോ അത് വെറുതെ, അതായത് കരിങ്കൊടി കാണിക്കുക, കറുത്ത കുപ്പായം ഇടുക, കറുത്ത മുഖാവരണം ധരിക്കുക തുടങ്ങിയുള്ളത് പോലും അദ്ദേഹത്തിന് ചതുർത്ഥിയായി. രാഘവൻ പറഞ്ഞത് വാസ്തവം. ഇ പി ജയരാജൻ അതിനെപ്പറ്റി എന്താ പറയുന്നത്? നവകേരള സദസ്സിന്റെ മുമ്പിൽ, നവകേരള യാത്രയുടെ മുമ്പിൽ കരിങ്കൊടി കാണിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അതിൽ തല്ലുകൊണ്ട ശ്രീ തോമസ് ഇപ്പൊ അവിടെ MLA ആയി. നീതി എന്നുള്ളത് ആർക്കും അവകാശപ്പെട്ടതാണ്. അതിൻ്റെ പുറത്തിപ്പോൾ നമ്മുടെ കാലത്തെ വളരെ തമാശയുള്ള ഒരു കള്ളം പറഞ്ഞ കേസല്ലേ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജിനെ കൊല്ലാൻ പോയി എന്ന് പറയുന്നത്. അത് ആരാ പറയുന്നത്? ഞാൻ അമ്പരന്ന് പോയി. നമ്മുടെ സംസ്ഥാനത്തെ നിയമസഭാ സ്പീക്കർ പറയാണ്, പിന്നെ മുഖ്യമന്ത്രി പറയാണ്, നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ വേണ്ടി അത്യാനന്തര കാലം എന്നുള്ള നമ്മുടെ ഇന്നത്തെ ഒരു പറച്ചിലുണ്ടല്ലോ, അതിന്റെ ഒന്നാം തരം ഉദാഹരണമാണ് ആ ശ്രീമതി വീണ ജോർജിനെ കൊല്ലാൻ ഞാൻ അപ്പോഴേ പറഞ്ഞോട് ഇതൊന്നും 3 മണിക്ക് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ 30ഓളം പോലീസുകാരുടെ നടുവിൽ നിൽക്കുന്ന മന്ത്രിയെ 4-5 ചെറുപ്പക്കാര് കൊല്ലാൻ. ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. കറുത്ത കൊടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവരൊക്കെ 10-15 ദിവസം ജയിലിൽ കിടന്നു. ഇപ്പൊ ഈ കുട്ടികൾ ഇപ്പൊ 4 കൊല്ലമായിട്ട് കഷ്ടപ്പെടുന്നു പറയുന്നു. അപ്പം എതിരായിട്ടൊരു വാക്ക് മിണ്ടിപ്പോവരുത്, അത് നീയൊക്കെ അനുഭവിക്കും എന്നുള്ളതാണ്. പ്രശ്നമാക്കണ്ടെന്ന് ഇത്തരം നിരുത്തരവാദപരമായ നടപടികളാണ് താല്പര്യത്തിന് തുടക്കം വെക്കുന്നത്. പിണറായി ഗവൺമെന്റിന്റെ കാലത്ത് ഇത്തരത്തിലുള്ള നീതി ആർക്കും കിട്ടിയിട്ടില്ല എന്നുള്ളതിന് നമുക്ക് എത്രയെങ്കിലും ഉദാഹരണമുണ്ട്. ഏറ്റവും ചെറിയൊരു കാര്യമായിരുന്നില്ലേ 2022 എന്ന എന്റെ ഓർമ്മ, ആ ഹർഷന ഉന്നയിച്ച പരാതി. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എനിക്കത് ഓർമ്മയില്ല. ഒരു സ്ത്രീയുടെ വയറ്റിനകത്ത് കത്രിക വെച്ചു എന്ന് അവര് മാസങ്ങൾ കഴിഞ്ഞ് മനസ്സിലാക്കി അവരത് പരാതിയായിട്ട് വരുന്നു. നടപടി എടുക്കാലോ, എടുത്തില്ല. 4 കൊല്ലം അവര് റോട്ടിലായി. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയം. ഏതൊക്കെ കേസ്? ഇപ്പൊ വാളയാർ കേസ് 2017 അത് CBIക്ക് വിടുന്ന എല്ലാവരും പറഞ്ഞു. അത് കുറെ കാലം പിടിച്ചു വെച്ചു, CBIക്ക് വിട്ടു. 13ഉം 9ഉം വയസ്സായ പെൺകുട്ടികളുടെ അമ്മ കൂടി അതിൽ പ്രതിയാണ്. ആയിക്കോട്ടെ, അമ്മ പ്രതിയാണ്, അത് തെളിയിച്ചാൽ മതിയല്ലോ. അമ്മ പ്രതിയാണെന്നോ അല്ലാന്നോ ഞങ്ങളാരും പറഞ്ഞിട്ടില്ല, മാധ്യമങ്ങൾ പറഞ്ഞിട്ടില്ല, പൗരാവകാശ പ്രവർത്തകർ പറഞ്ഞിട്ടില്ല. അപ്പോ ഇത്തരത്തിലുള്ള ക്രിമിനൽ കുറ്റങ്ങൾക്ക് ഇപ്പൊ നവീൻ ബാബുവിന്റെ കേസ് ആലോചിച്ച് നോക്കൂ. അവരെന്താ പറഞ്ഞത്? CBIക്ക് വിടണം എന്നാ പറഞ്ഞത്, അതിപ്പോ വിട്ടു. അപ്പോ അതുവരെ എന്തിനാണ് പിടിച്ചു വയ്ക്കുന്നത്? അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി, ഞങ്ങൾക്കെതിരായിട്ട്, അതായത് ഗവൺമെന്റ് എന്ന് പറയുന്നത് ചോദ്യം ചെയ്യാനോ പ്രതിഷേധിക്കാനോ പ്രതിരോധിക്കാനോ പറ്റാത്ത ഏതോ വിശുദ്ധമായ രാജപദവിയാണ് എന്ന തരത്തിൽ മനസ്സിലാക്കി. പക്ഷേ ഓരോ തവണ രക്ഷപ്പെടുമ്പോഴും ഒരിക്കൽ പിടിക്കപ്പെടും എന്ന് ഓർമ്മ. വിമാനത്തിൽ കയറുമ്പോൾ നിങ്ങളുടെ ശരീരവും നിങ്ങളുടെ ബാഗും മുഴുവൻ സ്കാൻ ചെയ്തിട്ട് അവർ കയറ്റുക. ഒരു നഖം വെട്ടി പോയിട്ട് ഒരു കുപ്പി വെള്ളം പോലും നിങ്ങൾക്ക് എടുക്കാൻ കഴിയില്ല. ആയുധമില്ലാതെയാണോ മുഖ്യമന്ത്രിയെ കൊല്ലാൻ പോകുന്നത്? അത്ര സില്ലിയാണ് ആ വാദങ്ങൾ. നീയൊക്കെ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം, മൂള. കോൺഗ്രസ് എങ്ങനെ എവിടെ സമരം ചെയ്യണമെന്ന് അവരാ തീരുമാനിക്കുക. അതിലിപ്പോ നിയമപരമായി വല്ല തെറ്റുണ്ടെങ്കിൽ അതിന് നടപടി എടുക്കുക, ഒരു തിരക്കെടുമില്ല. അവരിപ്പോ വിമാനത്തിൽ കയറി എന്ന് പറയാൻ പാടില്ല എന്ന് നിയമം ഉണ്ടെങ്കിൽ അത് എടുക്കപ്പോ റോട്ടിൽ നിന്ന് കരിങ്കൊടി കാണിച്ചപ്പോഴും തല്ലി തല പൊളിച്ചല്ലോ. അപ്പൊ വിമാനത്തിലെ മാത്രം കാര്യമല്ല, അല്പം മനുഷ്യപ്പറ്റും ദയൊക്കെ ഉണ്ടാവുന്ന ഈ തൊഴിൽ നിഷിദ്ധമൊന്നുമല്ല. TP ചന്ദ്രശേഖരനെ കൊല്ലാൻ പോകുന്ന കാറിന്റെ പിറകില് മാഷാ അള്ളാ എന്ന സ്റ്റിക്കർ ഒട്ടിച്ചിരുന്നു. എന്നെ സംശയിക്കരുത്. ആ കൊന്നത് ആരാണ് എന്ന് എല്ലാവർക്കും പിന്നെ മനസ്സിലായല്ലോ. കോടതി തന്നെ പറഞ്ഞല്ലോ. കോടതി പറഞ്ഞാലും ഇവർ കേൾക്കൂല. എന്താണ്? ഇപ്പൊ കുഞ്ഞനന്തൻ ആ കേസിൽ പ്രതിയാണ് എന്ന് കോടതി സ്വീകരിച്ച് അംഗീകരിച്ച് അദ്ദേഹത്തെ ശിക്ഷിച്ചു. അദ്ദേഹം ജയിലിൽ കിടക്കുമ്പോൾ അദ്ദേഹം മരിച്ചുപോയത്. അദ്ദേഹം കുറ്റവാളിയല്ല എന്ന് പറഞ്ഞ് ഒരു മഹാത്മാവാണ് അദ്ദേഹം എന്ന് പറഞ്ഞിട്ടാണ് പാർട്ടി അദ്ദേഹത്തെ കൊണ്ടാടിയത്. അതൊക്കെ ആലോചിക്കുമ്പോഴാ എന്റെ നെഞ്ചിനകത്തൊരു പുക. സമരസഖാവായ കോടിയേരി ബാലകൃഷ്ണൻ മരിച്ചപ്പോൾ വിദേശത്തേക്ക് വിനോദയാത്ര പോയ ആളുടെ പേര് പിണറായി വിജയൻ. പിണറായി വിജയന്റെ പ്രയോറിറ്റി എന്തായിരുന്നു? കോടിയേരി ഇവിടെ മരിച്ചു കിടക്കുമ്പോൾ സ്വന്തം കുടുംബവുമായി വിനോദയാത്ര നടത്തലായിരുന്നോ പിണറായി വിജയന്റെ പ്രയോറിറ്റി?
എല്ലാ പ്രയോറിറ്റിയും ചർച്ച ചെയ്യപ്പെട്ടിരുന്നേ. ഇവിടെ അല്ലല്ല, ഒരു കാര്യമല്ല. ഇവിടെ പിണറായി വിജയന്റെ പ്രയോറിറ്റിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോ ജയിക്കും മിണ്ടാതിരിക്കേ. ജയിക്ക് ഇവിടെ ഞാൻ പറഞ്ഞത് 5-15 വെച്ച് കളിച്ചില്ലേ? 5-15 വെച്ച് കളിച്ചില്ലേ? ഞാൻ മിണ്ടിയോ? 5-15 വിളിച്ച് കളിച്ചില്ലേ? ഞാൻ മിണ്ടിയോ? എവിടെ ഇതൊരു നടക്ക് പോണ ലക്ഷണില്ല. ഞാൻ ഇവന്റെ 2 വാങ്ങിച്ചിട്ടേ പോവുള്ളൂ. അവിടെ 5 പേർ മരിക്കുമ്പോ ഒരു മരണ വീട്ടിൽ പോലും ചിലപ്പോ 5 കൂട്ടം കറികളൊക്കെ ഉണ്ടാവുന്നേ. ഒരു സാമ്പാറും പപ്പടവും അച്ചാറും ഒക്കെ മരണ വീട്ടിൽ പോലും ഉണ്ടാവും. ഇവിടെ അദ്ദേഹം പറഞ്ഞു 7 കൂട്ടം കറികളുള്ളോ. വളരെ കൃത്യമായി വെറുപ്പ് ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുക. നീയൊക്കെ കാര്യം മനസ്സിലാക്കണം. ഈ തടി മണ്ണോ മാത്രം പോരാ, മൂള വേണം, മൂള. 5 പേർ മരിച്ചപ്പോ 15 കൂട്ടം കറികളുമായി ആസൂത്രിതമായി ആഘോഷിക്കാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു എന്ന് പറയുന്ന വെറുപ്പുൽപാദനമാണ് ജയിക്ക് നടത്തുന്നത്. വീട്ടിലേക്ക് 10 കൂട്ടം കറി മാറ്റി വെക്കാൻ പറയാൻ പറ്റുമോ? നമ്മളിവിടെ തുണിയിലാണ്ട് പറയണം. 5 പേർ മരിച്ചു എന്ന് പറയാൻ കഴിയുമോ ജയിക്കാൻ? ആർക്കും പറ്റും. ഒന്നൊന്നുമല്ല, എന്താണ് കരുതി കൂട്ടി വെറുപ്പുണ്ടാക്കുന്നത്, ആളുകളുടെ തെറ്റിദ്ധാരണ പരത്തുന്നത്? ഇവിടെ 5 പേർ മരിച്ചു, അന്ന് മുഖ്യമന്ത്രി 15 കൂട്ടം കഴിക്കരുത്, ഒരു 10 മാറ്റി വെക്കൂ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ആ തീന്മേശയിൽ ഇരിക്കാൻ പറ്റുമോ? കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ്. CPM-ന്റെ ഏതെങ്കിലും ഒരു നേതാവ് മരണപ്പെട്ട ദിവസം കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സഖാവ് പിണറായി എവിടേക്കും പോയിട്ടില്ല. അത് ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എനിക്കത് ഓർമ്മയില്ല. വിനോദിനെ അവർ പറഞ്ഞില്ലേ അത് നിഷേധിക്കപ്പെട്ടു, അവർക്ക് വിഷമമുണ്ടാക്കിയെന്ന്. എവിടെ പോയി പ്രയോറിറ്റി? നീ അറിഞ്ഞ എവിടെ പോയി പ്രയോറിറ്റി? ഏതെങ്കിലും ഒരു എത്രയോ സാധാരണക്കാർ പാവങ്ങൾ നിസ്സഹായ മനുഷ്യർ അവരല്ലേ ഈ ദുരന്തത്തിനിരയായിട്ടുള്ളത്. നൂറുകണക്കിന് വരുന്ന മനുഷ്യർ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ആയിരക്കണക്കിന് കുടുംബങ്ങൾ ഇവർ ഇരകളാക്കപ്പെട്ട ഒരു ദുരന്തത്തിന്റെ മുമ്പിൽ സ്വകാര്യ മുതലാളികളുടെ ജൂലൈ ഉദ്ഘാടനം ചെയ്ത് ആഡംബര സജ്ജീകരിക്കുന്ന മുഖ്യമന്ത്രിയുടെ ചിത്രം വന്നപ്പോ ഞാൻ സ്വാഭാവികമായി ചോദിച്ചു, നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ പ്രയോറിറ്റി ആർക്കാണ്? നിങ്ങളുടെ സാമൂഹ്യ കാണിച്ചാൽ പോരാ, പിന്നെ എന്താ ഉരുണ്ട് കളിക്കാൻ? സാധാരണക്കാരായ മനുഷ്യർക്കാണോ, അവരുടെ ദുരിതത്തിനാണോ, അവരുടെ ദുരന്തത്തിനാണോ, അതോ സ്വകാര്യ മുതലാളികളുടെ സ്വർണ്ണക്കടയും അതിനോടൊപ്പം അനേകം കുടുംബങ്ങളുള്ള ആഡംബര സദ്യയുമാണോ നിങ്ങളുടെ പ്രയോറിറ്റി, നിങ്ങളുടെ മുൻഗണന? ആ ചോദ്യത്തിലേക്ക് മറുപടിയില്ലല്ലോ. നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.